അതുകൊണ്ട് നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് സൈഡിലുണ്ട്. ഇവിടെ ഒരു കട പോലും ഇല്ല. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എവിടെങ്കിലും അല്ലേ കഷ്ടം. ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ഈ കുബൂസൊക്കെ കഴിച്ചായിരിക്കും ജീവിക്കുന്നത് അല്ലേ? അയ്യോടാ പാവങ്ങളും. കഷ്ടല്ലേ ആ ടെന്റ് കെട്ടി താമസിക്കുക. അത് ടെന്റ് കെട്ടി താമസിക്കുന്നേ ആട് തൊട്ട്. പക്ഷെ ഇത് ശരിക്കും 2-3 ടെന്റൊക്കെ അടുത്തുണ്ടെങ്കിൽ കൂടാനും വർത്താനം പറയാനെങ്കിലും ആൾക്കാരെ കിട്ടും അല്ലേ? ഇവിടെ ഒരു മനുഷ്യരും ഇല്ല. ഇതൊക്കെ എന്നെ മരുഭൂമിയില് തെങ്ങാണോ എന്താ പന പിന്നെ മറ്റേ സംഭവം ഒരു വലുതായിട്ട് നിക്കുന്നത് എന്തുവാ ട്രീ? ജാസി കണ്ടോ ട്രീ നിൽക്കുന്നുണ്ടോ? പിന്നെ പച്ചക്കറികളൊക്കെ ഉള്ള ഫാമുകളുണ്ട് ഇവിടെ. കുവൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഈ ഏരിയയിൽ ഈ മരുഭൂമി കൃഷി ചെയ്താണ് നമുക്ക് പച്ചക്കറി തരുന്നത്. ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാ. താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ അല്ലേ? പാവങ്ങള് ഭക്ഷണം കഴിക്കാനൊക്കെ എന്തോരം ബുദ്ധിമുട്ട്. നമ്മള് 2 ദിവസം അതാണ് ഇപ്പൊ നജീബ് ആടുജീവിതത്തിനകത്ത് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് അവസ്ഥകൾ. ഒരുപാട് പേരുണ്ട് ഇതൊക്കെ കുവൈറ്റ് വേണ്ടി വന്നിട്ടേ ഒരു ജോലി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമില്ല. പക്ഷെ നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല. ഇവരൊക്കെ പൈസ പോലും അയക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ചിലർ ചാടിപ്പോവും, ചിലർ കഷ്ടപ്പാട് കൊണ്ട് നിൽക്കും. 1 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ചാടിപ്പോകാൻ പോലെ പറഞ്ഞത് മതിൽ കെട്ടി മണ്ടേ കൂടെ അല്ലേ കെട്ടിയേക്കുന്നേ? എങ്ങനെ ചാടും? ഞാൻ ഇടസൈഡിലുണ്ടാ ഒട്ടകങ്ങള് ആടുകള് രാവിലെ കൊണ്ട് അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല മൊബൈലിൽ. അയ്യോ കണ്ണാടി വെച്ചോണ്ട് വരാമായിരുന്നു. അത് സൺഗ്ലാസാ. ആ സബ്വേ. ഓ അത് കൊള്ളാല്ലേ? അത് നല്ലതല്ലേ? അവിടെ ഉള്ളവർക്ക് കഴിക്കും. അതൊക്കെയല്ലേ കഴിക്കുന്നത്. ഇവർക്ക് ഇവിടെയൊക്കെ ഫ്ലാറ്റ് പണിയൂടെ? സാൽമയിലൊക്കെ പുതിയ തലമുറകൾ വരുമ്പോ നമുക്ക് ഇവിടെ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ വരും. അങ്ങനൊക്കെ പറഞ്ഞു. നമ്മുടെ ഇടയ്ക്ക് എന്തോ മുട്ടിട്ട് കൂടുതൽ സ്ഥലം ഇല്ലാതെയാ ഫ്ലാറ്റുകൾ ഒഴിച്ചിരിക്കുന്നത്. ഇതാകുമ്പോ എന്തോരം സ്ഥലമാണ് കിടക്കുന്നത്. ഈ ടെന്റിലായിരിക്കും മറ്റേ ഇവരെന്താ ശാലയോ ശാലയെന്ന് പറയത്തില്ലേ? അതുപോലെ ഷെഡ് കെട്ടുക, ഇവിടെ വന്ന് കിടക്കും. ഒരാഴ്ച, 1 മാസം, 6 മാസം അവധിയുള്ളപ്പോഴൊക്കെ അവരിവിടെ വന്നിട്ട്. ഇവിടെ ഒരു മനുഷ്യര് പോലും നമ്മുടെ ലൈവ് കാണുന്നില്ല. ആരോ ഒരാൾ വന്നിട്ടുണ്ട്. ഇനിയും 15 കിലോമീറ്റർ ഉണ്ട്. ഇവിടൊക്കെ പുല്ലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പുല്ലൊക്കെ ഉണ്ടാവോ? പിന്നെ ഇഷ്ടപ്പെട്ടോ? ഒട്ടകത്തിന്റെ മുകളിൽ കയറുന്നുണ്ടോ? വൈ
തരണോ?